പ്രതീക്ഷ നഷ്ടപ്പെട്ട് വന്ന ഒരാളാണ് ഞാൻ. ആ ഡോക്ടറെ കണ്ടതിന് ശേഷം എനിക്കെൻ്റെ ജീവൻ തിരിച്ചു കിട്ടുകയായിരുന്നു. നമസ്കാരം. ഞാൻ CP ദാമോദരൻ. ഞാനൊരു കണ്ണൂരുകാരനാണ്. ഇപ്പോൾ ജീവിക്കുന്നത് പാലക്കാടാണ്. കഴിഞ്ഞ ജൂൺ 13 പെട്ടെന്നൊരു വയറുവേദന വന്നു. ഞാൻ വല്ലാതെ ആവശ്യമായിരുന്നു, സഹിക്കാൻ കഴിയാതെ വേദന കൊണ്ട് പൊളയുകയായിരുന്നു. അവർ കൊച്ചിയിലുള്ള അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. 14 കാലത്ത് 2 മണിക്ക് ഇവിടെ എത്തി. ആ ഡോക്ടറെ കണ്ടതിന് ശേഷം എനിക്കെൻ്റെ ജീവൻ തിരിച്ചു കിട്ടുകയായിരുന്നു. ഹാർട്ട് സംബന്ധമായ അസുഖം ഉള്ളത് കാരണം മറ്റെല്ലാ ഡോക്ടർമാരും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ഡോക്ടറും എനിക്ക് അബോധാവസ്ഥയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ വളരെ ടയേർഡായിരുന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ട് വന്ന ഒരാളാണ് ഞാൻ. ഇപ്പം വളരെ സന്തോഷത്തോടു കൂടി പറയാണ്, ഇന്ന് വൈകുന്നേരം ഞാൻ ഡിസ്ചാർജ് ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് പോകുക. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡോക്ടർ, മനോജ് ഡോക്ടർ, കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ഡോക്ടർ, എല്ലാവരെയും പേരറിയാതുകൊണ്ട് പറയുന്നില്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡോക്ടർമാരുടെ ഏകോപനമായ പരിശോധനയും കാര്യവും ബോധത്തോടെ കിടക്കുമ്പോൾ ICU കിടക്കുമ്പോൾ ഞാൻ കാണുന്നുണ്ടായിരുന്നു ഈ ഹോസ്പിറ്റലിൽ. മറ്റെല്ലാ ഹോസ്പിറ്റലിലും അങ്ങനെയാണോ എന്ന് അറിയില്ല. എങ്കിൽ കൂടി ഞാൻ ജീവിക്കുകയായിരുന്നു. ഇന്ന് വൈകുന്നേരം ഞാൻ ഡിസ്ചാർജായി പോകും. ഈ ആസ്പത്രിയിലെ ചെറുതും വലുതുമായിട്ടില്ല, ഏത് കാറ്റഗറിയിൽപ്പെട്ട ജോലിക്കാരായാലും നഴ്സിംഗ് വിഭാഗത്തിലും അറ്റ്ലീസ്റ്റ് ക്ലീനിങ് വിഭാഗത്തിലടക്കമുള്ള ഞാൻ എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കുന്ന ആളായിരുന്നു. അറ്റ്ലീസ്റ്റ് എൻ്റെ അടുത്ത് വന്ന അയാളോട് ഞാൻ പേര് ചോദിക്കുമായിരുന്നു. ആദ്യത്തെ ദിവസമല്ല, 5 ദിവസം കഴിഞ്ഞ് 4-ാമത്തെ ദിവസം എനിക്കൊരു സർജറി വേണമെന്ന് വളരെ വ്യക്തമായി എന്നെ ബോധ്യപ്പെടുത്തുകയും പൂർണ്ണ മനസ്സോടെ സമ്മതിക്കുകയും ചെയ്തു. മനോജ് ഡോക്ടറും അയാളുടെ അസിസ്റ്റൻറ്റ് ശരവണൻ ഡോക്ടറും എന്തോ എനിക്ക് പറയാൻ പറ്റുന്നില്ല, എന്നെ വന്ന് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ പോലും എൻ്റെ രോഗം അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ആസ്പത്രിയിലെ എല്ലാവരോടും അഗീതമായ നന്ദി രേഖപ്പെടുത്തുന്നു, എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയതിൻ്റെ പേരിൽ.